ഒരുപാട് പേര് എന്നെ വിളിച്ച് ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാനിപ്പോഴും ദുബായി തന്നെയാണ്. എൻ്റെ മനുഷ്യരെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോൾ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പൊന്നെ സത്യമായിട്ട് കരഞ്ഞു. ഈ അതിലേട്ടായി കരഞ്ഞു. സത്യമായിട്ട് ഇങ്ങനെ കരയിപ്പിക്കല്ല പൊന്നെ. ആദ്യം കരഞ്ഞിട്ട വീഡിയോയിൽ പറഞ്ഞത്, അയ്യോ ഫേസ്ബുക്ക് മൊത്തം എനിക്ക് നെഗറ്റീവ് കമന്റ് പറ്റില്ല. ഈ സെറ്റപ്പിലല്ലേ ആദ്യത്തെ വീഡിയോ കരഞ്ഞത്. രണ്ടാമത്തെ വീഡിയോയിലാണ് കറക്റ്റ് ട്രാക്കിലെത്തിയത്. എവിടെ? കിച്ചു. അതായത് റണാസുന വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിച്ചു തനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടപ്പോൾ നൈസായിട്ട് അടുത്ത് ഞാൻ കരഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലെ കമന്റ്സിനെ മൊത്തം തെറി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ഇങ്ങനെ എടുത്ത് വെച്ച് അമ്മാനമാണ്, അയ്യോ രേണു കരയില്ലേ 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 എന്ന് പറയുമെന്ന് രണാസുന വിചാരിച്ചു. പക്ഷെ നടന്നില്ല. മുഞ്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ തേഞ്ഞു. എന്ത് പറയാം, ഇംഗ്ലീഷ് പറയാനൊന്നും എനിക്കറിയത്തില്ല, നമുക്ക് മലയാളം മതി. ഓക്കെ, അങ്ങനെ തേഞ്ഞൊട്ടിയിരിക്കുകയാണ്. അങ്ങനെ മൊത്തം നെഗറ്റീവായി. നാട്ടുകാർ മൊത്തം അടിച്ച് കയറി കെട്ടിവിട്ട്. കാരണം ഇവളുടെ കമന്റ് ബോക്സുകൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ളവരുടെ കമന്റ് ബോക്സിൽ നാട്ടുകാർ മൊത്തം പൂര തെറിവിളിയായിരുന്നു. നീ ഇങ്ങനെ ആയിരുന്നു അടി, അത് തേനയാണ് മാങ്ങയാണ് തൊലിയാണ്. അപ്പൊ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് വന്നു. എനിക്കറിയാമായിരുന്നു, ഇതെല്ലാം ഗൂഢാലോചനയായിരുന്നു അല്ലേ എന്നുള്ള സെറ്റപ്പിലായിട്ടുണ്ട്. രേണുസുതി, ഇതൊന്നും ഗൂഢാലോചന ഒന്നുമല്ല, ഇതെല്ലാം സത്യമാണ്. ദ ഫാക്ട്. നീ ആ കുട്ടിയോട് കാണിച്ചിട്ടുള്ളതും കുട്ടിയായിരുന്ന സമയത്ത് കാണിച്ചിട്ടുള്ളതും ഇപ്പൊ കാണിക്കുന്നതും എല്ലാം നാട്ടുകാർക്ക് മനസ്സിലായി. അവൻ വെറും 20% പറഞ്ഞിട്ടുള്ളതെന്ന് അവൻ തന്നെ വീഡിയോയിൽ പറയുന്നത്. ബാക്കി 80 കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പിന്നെ എടുത്ത് വിരിച്ച് കടത്താന്നുള്ള രീതിയിലാണ് ലവൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആര്? കിച്ചു. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. എന്തായാലും നമുക്ക് സെക്കൻഡ് കരഞ്ഞ വീഡിയോ കാണാം. കരയുകയാണെങ്കിൽ ഒരുപാട് കരയേണ്ടി വരും. ഇങ്ങനെ പോയാൽ നീ കരഞ്ഞൊരു ഓസ്കാർ തന്നെ മേടിക്കേണ്ടിയാണ്. കാരണം അമ്മാതിരി കരയാനുള്ള വകുപ്പ് നീ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും കരച്ചിൽ കാണാം. നമുക്കതല്ലേ ഇനിയിപ്പോ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഒരുപാട് പേര് എന്നെ വിളിച്ച് ഇന്നലെ എൻ്റെ അല്ല, സൂം ഔട്ടൊക്കെ ചെയ്ത് സൂം ഇന്നൊക്കെ ചെയ്ത് എന്താണ് ചെയ്യുന്നത്? ഇനി ഒരുപാട് പേര് വിളിച്ചെന്ന് പറഞ്ഞു. എന്തിനാ വിളിച്ച? പറ മുത്തേ, നീ പറയടി. നമ്മളുണ്ട്. ആര് സപ്പോർട്ടില്ലെങ്കിലും അതിലേട്ടായി നമ്മൾ ഫാൻസ് ഉണ്ട്. രേണു ആർമി കൈപൊക്ക്, പെട്ടെന്ന് കൈപൊക്ക്, നമ്മളുണ്ട്. ഞാനിപ്പോഴും ദുബായി തന്നെയാണ്. വരണ്ട, അവിടെ ഇരി. അതായിരിക്കും നല്ലത് കേട്ടാ. അവിടെ തന്നെ താമസാക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഒരുപാട് പേര് വിളിച്ചെന്ന് പറയുന്നുണ്ട്. എന്താണ്, തള്ളയ്ക്ക് വിളിയാണ് തന്തയ്ക്ക് വിളിയാണ്? ഏത് വിളിയാണ് വിളിച്ചത്? അതും കൂടി ഒന്ന് പറ. അത്രയ്ക്ക് വിളി ഉണ്ടായിരുന്നു. നാട്ടുകാരെല്ലാം ഇപ്പൊ ഒന്നടങ്ങി ഇളങ്ങിയിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, നീ ഇത്രയും ഇതായിരുന്നോ എന്നാണ് നാട്ടുകാർ ഇപ്പൊ ചോദിക്കുന്നത്. എനിക്കറിഞ്ഞു കേട്ടാ. നിങ്ങൾ കുടുംബക്കാരെ തമ്മിൽ അടിയായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആ പയ്യനെ നീ എത്രത്തോളം ദ്രോഹിച്ചു. നിന്റെ വീട്ടുകാർ, എന്തിനാ നിന്റെ അച്ഛനടക്കം ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നിട്ട് മണിയായിട്ട് പുറത്തു വരും. മോളെ മൂഞ്ചലായിരിക്കും. ഒരുപാട് നല്ല ആൾക്കാരെ വിളിച്ച് ഞാൻ ഓക്കെയാണോ ചോദിച്ചു. ഞാൻ ഓക്കെയാണ്. ആരാണ് ഈ നല്ല ആൾക്കാര്? തങ്കച്ചൻ, രമ്യയുടെ ഹസ്ബൻഡ്, ഇത് മൂന്നുമായിരിക്കും. വേറെ ഒരുത്തുണ്ട്, ദാസപ്പനായിരിക്കും. അവനായിരിക്കാനേ വഴിയുള്ളൂ. ഒരുപാട് നല്ല ആൾക്കാർ. പിന്നെ പ്രതീക്ഷ കുട്ടൻ, ഇതൊക്കെ ആയിരിക്കും വിളിച്ചത്. AJP, ആറാട്ടണ്ണൻ, ഈ ടീംസ് ആയിരിക്കും വിളിച്ചത്. വേറെ ഒരു മനുഷ്യന്മാരെ വിളിക്കില്ല. ഒരുപാട് നല്ല ആൾക്കാര്. നിന്നെ വിളിച്ച് ആശ്വസിപ്പിച്ചില്ല നല്ല ആൾക്കാരാവോ? സുഖം സ്വസ്ഥം. ആരും വിളിച്ചാണല്ലോ. ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കി കാണുമല്ലോ. ചുമ്മാ ഇരുന്ന് തള്ളി അങ്ങ് മറിയുക. മൂലം നാളല്ലേ, നക്ഷത്രം. ഓക്കെ, മൂലകാരണം. ഈ പ്രശ്നങ്ങളുടെ മൂലകാരണം എന്താണെന്ന് അങ്ങനെ രണാസുന കണ്ടെത്തിയെടുക്കാണ് സുഹൃത്തുക്കളെ. കിച്ചുവുമായിട്ടുള്ള സഫ്ന ബീബിയുടെ ഫോട്ടോയാണ്. അതാണ് മൂലകാരണം എന്നാണ് ഇവിടെ രണാസുന പറയുന്നത്. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യത്തില്ല. ആരാ? ഷെഫീന ബീബിയ. അവരെ ഇടയ്ക്ക് കൂടി കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇടയിൽ നിന്ന് കുതുകാലം വെട്ടുന്ന പരിപാടി അവർ കാണിക്കാറുണ്ട്. ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. അവരിനി പെന്നാക്കി 20 എടുത്ത് മലത്തിയെന്ന് പറഞ്ഞാലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. അവരിപ്പോ കിച്ചുവിന്റെ അടുത്ത് പോയതും ഏതാണ്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഒരു ട്രാക്ക് പിടിച്ച് പോയതാണ്. എല്ലാം കണ്ടന്റ് ഉണ്ടാക്കുന്നില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കൂടെ നിർത്തി കഴിഞ്ഞാൽ കിച്ചു, നീ വീണ്ടും കുത്തുവാള എടുക്കത്തേ ഉള്ളൂ. ഞാൻ 100% ഏത് വെള്ള പേപ്പറിലാണോ ഞാൻ അല്ലെങ്കിൽ പച്ച പേപ്പറിലാണോ ഒപ്പിട്ട് തരും. കാരണം അത്രയ്ക്ക് നീ അനുഭവിക്കും കൂടെ നിർത്തി കഴിഞ്ഞാൽ. അങ്ങനെ നിന്നെ മുതലാക്കും. ഉള്ള കാര്യം ഞാൻ പറയാം. അനുഭവം ഗുരു എന്ന് വേണമെങ്കിൽ കൂട്ടിക്കോ. എന്തായാലും രേണുസുതി പറ. പുതിയതായിട്ട് വന്ന പ്രശ്നം അപ്പോഴാണ് ഞാനും പോസ്റ്റ് കണ്ടത്. നിരവധി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും തകർക്കുന്ന ഒരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ കരുവാക്കിക്കൊണ്ട്. നിന്റെ കാര്യത്തിൽ ആർക്കും ഒരു തെറ്റൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ആ സ്ത്രീയാണ് ഷെവീന സ്ത്രീ. ആ സ്ത്രീയെ കുറിച്ചിട്ടാണ് ഇവള് പറയുന്നത്. എന്തായാലും നിങ്ങൾ തമ്മിലുള്ള അടിയും പഴക്കൊക്കെ നമുക്ക് പറയും. പിന്നെ അവരെ ഞാൻ ഒരിക്കലും സപ്പോർട്ടൊന്നും ചെയ്തില്ല. ഞാൻ സീരിയസ്ലി സപ്പോർട്ട് ചെയ്തില്ല. എനിക്കെന്തോ പുച്ഛമാണ് അവരോട്. കാരണം അന്ന് നെക്സിയോൺ എന്ന് പറയുന്ന ആ പയ്യന്റെ കേസിൽ അവരെടുത്തിട്ടുള്ള ആ ഒരു കുതുകാല് വെട്ടുന്ന സ്വഭാവം, രണ്ടടുത്ത് നിന്നിട്ട് മുട്ടനാട് നമ്മൾ ഇടിപ്പിച്ച് ഓരോ ഓടിക്കുന്ന സ്വഭാവം, അതോടെ ഞാൻ പൂർണ്ണമായിട്ട് അവരെ മനസ്സിലാക്കി നിർത്തി. കിച്ചു,
നീ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ എടുത്തു വെച്ച് കാണുമ്പോൾ നിനക്ക് ഏതാണ്ട് കാര്യങ്ങൾ പിടിയിട്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഇപ്പോ രണാസുനയ്ക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ ഒരു അടി. കാരണം ഇവര് ഷെഫീന പോയി കിച്ചുവിനെ കണ്ട് ഒരു സെൽഫി എടുത്ത് ചിരിക്കുന്ന ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ രേണു സുധിക്ക് തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടി. അതിന്റെ റീസൺ രേണുവിനെ നിരന്തരം വലിച്ചു കീറി ഒട്ടിക്കുന്ന ആൾക്കാരിൽ പെട്ടിട്ടുള്ള ഒരാളും കൂടി തന്നെയാണ് അവര്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫോട്ടോ പുറത്തു വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടുന്നത് രേണുവിന് തന്നെയാണ്. അത് നല്ലോണം അണ്ണാക്കിൽ കിട്ടിയിട്ടുണ്ട്. രേണു ഇനി ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ നാട്ടുകാർ മൊത്തം അറിഞ്ഞ്. നമ്മൾ പിന്നെ പണ്ടേ എന്ന് പറയുന്നു കിച്ചു വാ തുറന്നാൽ തീരും. നീ ആയിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിച്ച് അവന് തലയിലും മുണ്ടിട്ടുകൊണ്ട് വെളിയിൽ ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടായി. വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം നിന്റെ ഈ കോപ്രായങ്ങളും ബേക്കൂത്തുകളും ബാധിക്കുന്ന മക്കളുടെ ഭാവിയും കൂടിയാണ്. ഇപ്പൊ മോനെന്നുള്ള ഒരു ലേബലിൽ തന്നെയാണല്ലോ അവനെ നിൽക്കുന്നത്. അതുകൊണ്ട് അവനും ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു. അവസാനം അവൻ ഉള്ള സത്യം പറഞ്ഞു, എനിക്ക് ഈ ഒന്നിലും പങ്കില്ലേ എന്നുള്ള രീതിയിൽ അവന്റെ ലൈഫിൽ നീ കാണിച്ചു കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങളും ബേക്കൂത്തുകളും എല്ലാം അവൻ വിളിച്ചു പറഞ്ഞു. ഇതാണ് സത്യത്തിൽ സംഭവിച്ചത്. കരയേണ്ടടി, ഞാനുണ്ടടി, ആരില്ലെങ്കിൽ ബാ. ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ അവരുടെ പോസ്റ്റാണ് കണ്ടത്. നിങ്ങൾ പലരും കണ്ടു കാണും. അത് കണ്ടപ്പോ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. ഒന്നും മനസ്സിലായില്ല. അതുപോലെ മാനിപ്പുലേറ്റിംഗ് അതെന്താണെന്ന് നിനക്കറിയോ? മാനിപ്പുലേറ്റിംഗ് നീ പറയുന്നത് ഇപ്പൊ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് കിച്ചുവിനെ കൊണ്ട് അവര് പറയിപ്പിച്ചതാണെന്ന് ഒരിക്കലുമല്ല. കിച്ചുവിന് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് അവൻ തുറന്നു പറഞ്ഞത്. മനസ്സിലായ? അല്ലാണ്ട് അവര് സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ കഥ അതുപോലെ വിളമ്പിയതല്ല. അവന്റെ ജീവിതത്തിൽ അവനെ നീ ഏതൊക്കെ രീതിയിൽ ദ്രോഹിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും അവൻ കടന്നു വന്ന സിറ്റുവേഷൻസ് ആണ് അവൻ വിളിച്ച് പറഞ്ഞത്. അല്ലാതെ മാനിപ്പുലേറ്റിംഗ് അല്ല. ഇത് എവിടെ നിന്ന് പഠിച്ച് ഈ വാക്ക്? മാനേജർ പഠിപ്പിച്ചെന്നതാണ്. ചുമ്മാ ഇരുന്ന് തള്ളി മറിക്കല്ലേ. മാനിപ്പുലേറ്റിംഗ് ഒന്നും ഒരു തേങ്ങയില്ല. അവന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് അവൻ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കിടന്ന് മെഴുകല്ലേ മാനിപ്പുലേറ്റിംഗ്. ഇനി താത്തയും കിച്ചും കൂടി ചേർന്ന് പ്ലാൻ ചെയ്ത് എന്നെ തകർക്കാൻ വേണ്ടിയിട്ട്, രണാസുനെന്ന് എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണെന്നുള്ള തള്ളാനാണെങ്കിൽ മാറിയിരുന്ന് തള്ളിയോ. ആ തള്ളിൽ നീ മാത്രമേ പെടത്തുള്ളൂ. നീ പറയണ്ട. എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. അയ്യോടോ, അങ്ങനെ പറയല്ലേ. നീ ഇങ്ങനെയാണ് രേണുവിനെ ഫയർ അല്ലേ, രേണു സുധീനെ ഫയർ സുധി എന്നൊക്കെ അല്ലേ പറയുന്നത്. എന്തു വായത്ത് ഇങ്ങനെ തളരാൻ പാടില്ല. നമ്മളൊരു ആന കുത്താൻ വന്ന എന്ത് ചെയ്യും? നെഞ്ചും പറ്റിയിരിക്കണം. പിന്നെ അല്ലാണ്ട് ഇപ്പൊ സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങിയുള്ളൂ. നീ കേറി വാ, അടിച്ച് കേറി വാ. ഇങ്ങനെ തളരരുത്. ഒരു കിച്ചു എന്തെങ്കിലും വന്ന് പറഞ്ഞു ഇതാരും ഒരാണോ? നെവർ മൈൻഡ്. പറ. അപ്പൊ നീ എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തൊക്കെയോ സംഭവിക്കും. നീ പറ നീ എല്ലാം പറ. അവനും എല്ലാം പറയട്ടെ. അതോടെ അങ്ങ് തീരട്ടെ. കേട്ടോ? അറിയുന്നവർക്കൊക്കെ അറിയാം. ഞാൻ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും തീരത്തില്ല. കിച്ചു നിനക്കിട്ടുള്ള ഭീഷണിയാണ്. കേട്ടില്ല. അപ്പൊ ഇത് രേണുവിന്റെ അടപടലം തേഞ്ഞൊട്ടാനുള്ള സമയമായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ല അടയാൻ പോകുന്നത് ഈ ആള് കത്തും. അങ്ങനെയാണ് കുറച്ച് ദിവസമായിട്ട് കത്തിക്കൊണ്ടുവന്നത്. ഇപ്പം മിക്കവാറുമാണ്. ആ പയ്യൻ അനുഭവിച്ചതിന്റെ 7 അയലത്ത് നീ അനുഭവിച്ചിട്ടില്ല. മനസ്സിലായോ? അവന്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന സാധനം തീർത്ത് കൈ കൊടുത്തിട്ടുണ്ട് നീയൊക്കെ കുറെ എണ്ണം ചേർന്ന്. അതാണ് സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് അവൻ നീ അനുഭവിച്ചതിൻ്റെ അത്ര ആരും അനുഭവിച്ചിട്ടില്ല. എന്ത് തേങ്ങ? അവൻ അനുഭവിച്ചതിൻ്റെ അത്ര ആരും അനുഭവിച്ചിട്ടില്ല. നീ ഇന്ന് ആടി ഉലഞ്ഞ് പാടി നടക്കുമ്പോഴും അവൻ്റെ ചൈൽഡ്ഹുഡും ഇപ്പോഴത്തെ ജീവിതവും എല്ലാം ഫ്ലോപ്പാണ്. ഇനി അവൻ കയറി വരണം. വന്നേ പറ്റത്തുള്ളൂ. അവൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട്. മനസ്സിലായ റണാസുനെ? സ്വാഭാവികം. നിനക്കന്ന് 23, 24 വയസ്സേ ഉള്ളൂ. കിച്ചുവിന്റെ ഇന്നത്തെ പ്രായം എത്രയാ? 10, 22, 23 ആ റേഞ്ച് ആയിരിക്കും നിന്റെ അന്നത്തെ പ്രായം കിച്ചുവിന് ഇന്ന്, അല്ലേ? എന്നാൽ കിച്ചുവിന്റെ അന്നത്തെ പ്രായം എത്രയായിരിക്കും? ആലോചിക്ക്. ആ കുഞ്ഞുനാൾ മൊത്തം നിന്റെ അച്ഛനടക്കം കിച്ചുവിൻ്റെ അടുത്ത് കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. ഇനി നിന്റെ ചേച്ചി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിന്റെ ചേച്ചിയുടെ ഭർത്താവ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തിന് നിന്റെ ചേച്ചിയുടെ ഭർത്താവ് മറ്റേ സുധി മരിച്ച അന്ന് പോയ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി കഴിച്ച കൂട്ടത്തുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പുന്നാര മോളെ, നീ കിടന്ന് മെഴുകിയിട്ട് ഒരു കാര്യമില്ല. ജനങ്ങളെല്ലാം മനസ്സിലാക്കി. കേട്ടോ? അപ്പൊ ബാക്കി പറ, എന്തായാലും കേൾക്കാം. നമുക്ക് കേട്ട് പോവാം. ഒരു 11 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായി പൂർണ്ണമായിട്ട്
വിട്ട് മാറിയിട്ടാണ് ഞാൻ സ്വീകരിച്ചവരെ. അതാരും ഓർക്കുന്നില്ല. നമ്മളാരും ഒന്നും ഓർക്കുന്നില്ല. കിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് സുധിയുടെ കൂടെ പ്രോഗ്രാമിന് പോകുമ്പോൾ നിനക്ക് താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം അടക്കം പറഞ്ഞിട്ടുണ്ട്. പിന്നെ രേണു സുധി അമ്മ, ഇപ്പോഴത്തെ അമ്മ, അവൻ്റെ പുച്ഛഭാവം, അവൻ അത്ര അനുഭവിച്ചതാണ്. നിന്നെ കരിവാരി തേക്കാൻ വേണ്ടി വന്നതല്ല, അവൻ അനുഭവിച്ച കാര്യങ്ങളാണ്. അതിപ്പോൾ വീണയുടെ അടുത്തെന്നായാലും ശാലിൻ എന്ന് പറയുന്ന അവൻ്റെ സ്വന്തം അമ്മ, അതുപോലെ ഒരു അമ്മ ഒരു മക്കൾക്കും ഉണ്ടാവാതിരിക്കട്ടെ. കൊച്ചിലെ ആ മോനെ ഇട്ടിട്ട് പോയ ഒരു വൃത്തികെട്ട സ്ത്രീ എന്നേ ഞാൻ പറയത്തുള്ളൂ. സീരിയസ്ലി അങ്ങനെ ഇട്ടിട്ട് പോയി, സ്വന്തം തള്ള ഇട്ടിട്ട് പോയി. അതിനുശേഷം അടുത്ത് വന്നത് ഇതായിരുന്നു അവസ്ഥ. വളരെ പരിതാപകരം. അതുകൊണ്ട് കൂടുതൽ മെഴുകാതിരിക്കുന്നതായിരിക്കും റണാസുനയ്ക്ക് നല്ലത്. അവൻ അങ്ങോട്ട് ഭാഗ്യം കൂടി തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കാര്യത്തിൽ കട്ടം വീഴും. ഇന്നീ നിമിഷം വരെ എന്റെ കൈ കൊണ്ട് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. കാലുകൊണ്ടായിരിക്കും. അങ്ങനെ ഉപദ്രവിച്ചവരും ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഉപദ്രവിച്ചവരും ഉണ്ടല്ലേ? ആരാ ഉപദ്രവിച്ചവനെ? അത് വിട്. കൈ കൊണ്ട് ഉപദ്രവിച്ചിട്ടില്ല, വാക്കുകൊണ്ടും മനസ്സുകൊണ്ട് പ്രവൃത്തി കൊണ്ടും നീ ഉപദ്രവിച്ചില്ല. അത് മതി. ഇനിയിപ്പോ കൈ കൊണ്ട് എടുത്തിട്ട് അടിക്കണമെന്നൊന്നുമില്ല. വാക്കുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഉപദ്രവം തന്നെയാണ്. അവന്റെ മാനസിക അവസ്ഥയെ നീ ഒരു കോലത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ തെറ്റ് തന്നെയാണ്. ഏതാണ്ട് 3 വർഷത്തോളം ഒരു റൂമിൽ തന്നെ അടങ്ങിയിരുന്ന് കമ്പ്യൂട്ടറും കളിച്ചുകൊണ്ടിരുന്ന അവന്റെ അച്ഛൻ വരുമ്പോഴാണ് തിന്നാൻ കിട്ടുന്നത്. ആ ഒരു അവസ്ഥ നീ അത് അനുഭവിച്ചിട്ടുണ്ടോ? അതൊരു കുട്ടി കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ ഇഷ്ടത്തിന് തോന്നിയ ദിവസത്തിന് ഇറങ്ങിപ്പോവാം. പക്ഷെ ഒരു കുട്ടി എന്ത് ചെയ്യും? അതുകൊണ്ട് നീ കൂടുതൽ വിളമ്പാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. നീ തന്നെ നാറും. ചാണാൻ ചവിട്ടി ആര് നാറും? ചവിട്ടിയോ നാറും, ചാണോ നാറോ ഇല്ല. ആ അവസ്ഥ നിനക്ക് ഉണ്ടായി. ആൾക്കാരിൽ ഉപദ്രവിച്ചവരും ഉണ്ട് ആ കുട്ടിയെ. കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടന്റെ വായും തന്നെ. ഞാൻ ഇന്ന് വരെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് എന്നെ കുറ്റപ്പെടുത്തി എനിക്കറിയില്ല. അവൻ കള്ളം പറഞ്ഞായിരിക്കും അല്ലേ? അവൻ മൊത്തം കള്ളം പറഞ്ഞായിരിക്കും. നീ കള്ളം പറയത്തില്ല. നീ പെർഫെക്റ്റ്. ഓക്കെ, എന്റെ ടീസ് കറക്റ്റ് 100% 916 പോടെ തള്ളാതെ. അപ്പം പോസ്റ്റ് കണ്ടപ്പോ ഫോട്ടോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ആരാണ് എവിടെയാണ് പ്രശ്നം മാനിപ്പുലേഷൻ അവന്റെ ജീവിതത്തിൽ നടന്നതാ പറഞ്ഞത്. സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ആരിയ്ക്കണം നിന്നെ സ്നേഹിക്കുന്നത്? എന്റെ കമന്റ് ബോക്സ് നോക്കി, ഞാൻ ഒരു കമന്റ് ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഒരു മനുഷ്യൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കാണില്ല. ഇൻസ്റ്റയിൽ എങ്ങാണ്ടായി അത് 1-2 സപ്പോർട്ട് ചെയ്ത് അതിന് നാട്ടുകാർ ബാക്കിയുള്ളത് എടുത്തിട്ട് പൂശി വിടുന്നുണ്ട്. കോമളാൻറ്റി ഉണ്ട്, ഒരു കോമളാൻറ്റി കമന്റോളി. അമ്മച്ചിയെ എവിടെ? കാണാനൊന്നുമില്ല. ഞാൻ കാണാറുണ്ട് അമ്മച്ചിയുടെ കമന്റൊക്കെ. ഇപ്പൊ എന്തൊന്നും മിണ്ടല്ല, എണ്ണാക്കി പിരി കിട്ടിയ. എന്റെ ലൈഫിൽ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് അപ്പൊ അവനായിരിക്കും കുറ്റക്കാരല്ലേ കിച്ചു? ഇപ്പൊ ഈ പ്രശ്നത്തിനാണോ എന്നറിയാതെ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. മിനിഞ്ഞാന്ന് വരെ ഞാൻ പതിവ് പോലെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു വ്യക്തിയാണ്. ആവശ്യമുള്ളതൊക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നീ പറയുന്നുണ്ട്. മെനഞ്ഞാന്ന് വരെ. ഇപ്പൊ കിച്ചു വളർന്നു. ഇനി നീ പഴയ റൂള് അവന്റെ അടുത്ത് കൊണ്ടുപോയി അത് നടക്കത്തൊന്നുമില്ല. മനസ്സിലായ? അന്ന് അവൻ കുട്ടിക്കാലമാണ്. ആ ഒരു കാലഘട്ടത്താണ് നീ അവനെ തളർത്തിയത്. അവൻ തന്നെ പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. അവന്റെ വായിന്ന് വീഴുന്നൊരു വാക്കുണ്ട്. സുധിയുടെ കൂടെ പ്രോഗ്രാമിന് പോകാൻ നിൽക്കുമ്പോൾ നീ സമ്മതിക്കില്ല എന്നുള്ളൊരു കേസ് അവൻ പറയുന്നുണ്ട്. അതെന്താ? സുധിയുടെ കൂടെ അവൻ പ്രോഗ്രാമിന് പോയ അവൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്ത് അവന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കിയൊക്കെ വരുമെന്നുള്ള പേടിയാ. കഷ്ടം. ഇതിനേക്കാളും നല്ലത് അമ്മയുടെ അർത്ഥം നിനക്കറിയാമോ? അമ്മ എന്ന 2 അക്ഷരത്തിന്റെ അല്ലെങ്കിൽ ആ വാക്കിന്റെ അർത്ഥം നിനക്കറിയാമോ? അമ്മ പോലും. എന്താണ് ഇവിടെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. നിനക്ക് എന്തെങ്കിലും അറിയാവോ? എനിക്കൊന്നും അറിയില്ല. അത് മനസ്സിലായി. Totally I'm confused. Totally I'm confused. Tingle with however what you want rank English ഇംഗ്ലീഷിലെ ബസ്റാടാ എന്നടാ പണി വെച്ചിരിക്കേ. മനസ്സിലായി. ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മാനിപ്പുലേറ്റിംഗ് ആണ്. നീ അവരെ തലയെ കൊണ്ടിടും. എനിക്ക് മനസ്സിലായി. മിണ്ടാതിരിക്കുക. എന്തേ പറ. ഒരുപാട് പേര് ആര് എന്നെ വിളിച്ചു തിരക്കി. ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ആണോ? ഓക്കെ അല്ലേ? ഞാൻ ഇത്രയും നേരം ചോദിക്കാൻ പറഞ്ഞേ. വേണോ? ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? സെറ്റ് അല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? സെറ്റ് അല്ലേ? നൈസ് അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ. നെഗറ്റീവ് അടിക്കുന്നവർക്ക് ഒരു സന്തോഷമായിരിക്കും ഞാൻ ഈ കരയുന്നത്. എനിക്ക് ഏടോ
നിന്നെ പലരും കുറ്റം പറഞ്ഞു നീ കരഞ്ഞപ്പോ. കഴിഞ്ഞ വീഡിയോയിൽ നീ കരഞ്ഞപ്പോ കൂടെ കരഞ്ഞവനാണ് ഞാൻ. നെഞ്ചിനകത്ത് രേണുസുതി, നെഞ്ചു മിരിച്ച് രേണുസുതി, വേറെന്തെന്ന് ബൈക്ക് എടുത്ത് രേണുസുതി, ബുള്ളറ്റ് എടുത്ത് കിക്കറച്ച് രേണുസുതി. സത്യം അത്രയ്ക്ക് ഫാനാണ്, ഡൈ ഹാർട്ട് ഫാൻ. ഒരുപാട് കാര്യം പറയാനുണ്ട്. എന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ സുചേട്ടൻ ആൻഡ് ആഫ്റ്റർ സുചേട്ടൻ. ബിഫോർ സുചേട്ടനും ഞാൻ കുറെ കണ്ടിട്ടുണ്ട്, ആഫ്റ്റർ സുചേട്ടനും ഞാൻ കുറെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. മിണ്ടാതിരിയുടെ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഡെത്തിന് ശേഷമുള്ള സുചേട്ടൻ ഒരു ജീവിതവും എന്റെ ജീവിതവും അതിന് മുന്നുള്ള ജീവിതവും എനിക്കും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും തീരത്തില്ല. പറ നീ എവിടെ തീരും? പിന്നെ എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. മോശം. കരയില്ലടി പൊന്നെ, കരയിച്ചല്ലോടി നീ. ലാസ്റ്റ് എന്താ അങ്ങനെ നിർത്തിയത്? എഡിറ്റിങ്ങിൽ എന്തോ പോട്ട്, കുഴപ്പമില്ല. ഇന്നലെ എന്നെ കരയിപ്പിച്ചോളാം ലാസ്റ്റ് കട്ട. ഇതിനുശേഷം വീണ്ടും ഇട്ട് ഇതിന്റെ ഇടയിൽ ഒരു പ്രൊമോഷനും കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് അതിനേക്കാളും കോമഡി. മറ്റേ കരച്ചിൽ, ആദ്യത്തെ കരച്ചിൽ കഴിഞ്ഞിട്ട് ഒരു പ്രൊമോഷൻ, വീണ്ടും അടുത്ത കരച്ചിൽ, വീണ്ടും അടുത്ത കരച്ചിൽ. ഇതിന്റെ ഇടയ്ക്ക് മെമ്പർഷിപ്പിന്റെ അകത്തും പോസ്റ്റ് ഇട്ട്. എന്തരടേ പണി വെച്ചെടുക്ക്. ഒന്നീ കര അല്ലെങ്കിൽ പോസ്റ്റ് ഇട്, എന്തെങ്കിലും ഒന്ന് ചെയ്യടേ. എന്റെ മനുഷ്യരെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചത്. നിങ്ങൾക്ക് നാണമാകുന്നില്ല? നിങ്ങൾ നീ 5 സ്റ്റാറിൽ പോയാ? ഇത് ഞാൻ അറിഞ്ഞില്ലട്ടോ. ഇതാരാ പറഞ്ഞ? അങ്ങനെയൊന്നും അറിഞ്ഞ ഞാനത് അറിഞ്ഞില്ലട്ടോ. നീയല്ല, നിന്റെ ചേച്ചിയുടെ സഹോദരൻ പോയെന്ന് പറയുന്നുണ്ട്. പിന്നെ വേറെ ആരൊക്കെയാണ് പോയത് കേട്ടോ, എനിക്കറിയത്തില്ല വേറെ ആരൊക്കെയാണെന്ന്. ഓക്കെ, നിങ്ങൾ പോയവരെല്ലാവരും നല്ല അണ്ടയ പാണി സ്പാഷൻ സിംപ്പർ, എല്ലാത്തിനും അവരെ ട്രോഫികളും തരും. ഈ പറയുന്നത് സുധിച്ചേട്ടൻ മരിച്ചു കിടന്നായിട്ട് ആ അടക്കുന്നതിന്റെ അന്ന് വൈകിട്ട് പോലും ഞാൻ ഇച്ചു എന്തോ എനിക്ക് ഫുഡ് തന്നപ്പോഴാണ് ഞാൻ ഇച്ചിരി വെള്ളം ഇറക്കുന്നത് കഴിക്കുന്നത്. അല്ല അത് ചോദിക്കട്ടെ, സങ്കടം പറയാനായിട്ട് ഇത് എവിടെ കയറി ഇരിക്കുന്നേ? ലൈറ്റ് ഒക്കെ ഇട്ട്, റിംഗ് ലൈറ്റ് ഒക്കെ അടിച്ച് പിടിച്ചിട്ടുണ്ടല്ലോ. റിംഗ് ലൈറ്റ് തന്നെ, അതിന് LED ലൈറ്റ് ഒക്കെ ഇട്ട് മാസ് BGM ഒക്കെ ഇട്ട് നിൽക്കുന്നതായിരിക്കും. എന്തായാലും സങ്കടം ഉണ്ടെങ്കിലും ഓരോ വീഡിയോയിൽ ഓരോ ഡ്രസ്സ് ഇട്ട് വരാൻ കാണിക്കുന്ന രേണുവിന്റെ ശുഷ്കാന്തി. എല്ലാ കരച്ചിൽ വീഡിയോയും സെപ്പറേറ്റ് ഡ്രസ്സ് ഇട്ട് വയ്ക്കുന്നു. ഇടി രാവിലെ ഇന്ന് മൊത്തം 3 വീഡിയോ ഉണ്ട്. ഞാൻ ഒറ്റ ഷർട്ട് ഇട്ടാണ് ഇരിക്കുന്നത്. സത്യം, അവിടെ ജോലിയും കാര്യങ്ങളും ചെയ്ത് ഇവിടെ വന്ന് വീഡിയോ ചെയ്ത്. ഇത്രേ ഉള്ളൂ, നമുക്കൊരു ഷർട്ട് ആയിട്ടുള്ളൂ. നീ പക്ഷെ 3 വീഡിയോക്ക് 3 ഡ്രസ്സ്. രേണു പാരാ ഫയർഡാ. ഒരു പൊറോട്ട എന്താ മരിച്ചു തന്നപ്പോ മനസ്സിലായോ? അന്നത്തെ ദിവസം ഒരു പൊറോട്ടയിൽ ഒതുക്കിയല്ലേ, നന്നായി. അറിഞ്ഞപ്പോ തൊട്ട് ഞാൻ പച്ചവെള്ളം ഞാൻ കുടിച്ചിട്ടില്ല. ജ്യൂസ് ആയിരിക്കും കുടിച്ച, പച്ചവെള്ളം കിട്ടിയില്ല, ജ്യൂസ് ആയിരിക്കും. മതിയടി, അഭിനയം മതിയാക്ക്. മതി ഉള്ള കാര്യം പറയാം, അഭിനയിക്കാതെ. കാപ്പി പോലും കുടിച്ചിട്ടില്ല ഞാൻ എന്നെ സൂചിച്ചോണ്ട്. പിന്നെ നിനക്കിനി എല്ലാരും കൂടി രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, മന്തി എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് കൊണ്ട് തരും. ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പൊ അത് സങ്കടമായ, കഴിക്കാൻ പറ്റാത്തത്, കഴിക്കാൻ കിട്ടാത്തത്. ഡെഡ് ബോഡി കൊണ്ടുവരാൻ പോയിട്ടില്ലല്ലോ, ഫ്ലവേഴ്സിലും 24-ലും ഒന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ കാണുന്ന ചേട്ടൻ മരിച്ചിട്ട് പിറ്റേ ദിവസം ഡെഡ് ബോഡി അവർ കൊണ്ടുവന്ന് 8:30 നമ്മുടെ പൊങ്ങന്താനം വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ അറിയാത്ത കാര്യം സംസാരിക്കരുത്. ഞാൻ അവിടെ തളർന്നു കിടക്കുമായിരുന്നു, ഞാൻ പോയിട്ടില്ല സൂചനെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ. നിങ്ങൾ ആരോട് വേണമെന്ന് ചോദിച്ചു. നിങ്ങൾ എന്തിനാ ഈ കള്ളത്തരം പറയുന്നത്? നിങ്ങൾക്ക് നാണമാകുന്നില്ല ഇങ്ങനെ കള്ളത്തരം പറയാൻ? ഞാൻ പോയില്ല. ചേട്ടൻ മരിച്ചപ്പോ ചേട്ടനെ കൊണ്ടുവരാ, ചേട്ടന്റെ. എടി ഇത് പറഞ്ഞതാരാ? ഞാനിതുവരെ കണ്ടില്ല കേട്ടോ. ചുമ്മാ വന്നിട്ട് തള്ളുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചുമ്മാ വന്നിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെറ്റിദ്ധാരണ സാധനം ഉണ്ടാക്കാനുള്ള പ്ലാനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടില്ല ആരും ഇങ്ങനെയൊന്നും പറയുന്നത്. ഇവള് ചുമ്മാ വന്നിരുന്ന് അങ്ങ് തള്ളുക. ബോഡി കൊണ്ടുവരാൻ ഞാൻ പോയില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് 5 സ്റ്റാർ കടയിൽ നിന്ന് പോയി ഫുഡ് കഴിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? എന്താണെങ്കിലും കാര്യം അറിഞ്ഞിട്ട് ലൈറ്റ് ആരും നേരെ അടിച്ചു കൊടുക്കും. ഓ കട്ടക്കലിപ്പില് സുധി ആരുടെ ഇതൊക്കെ പറഞ്ഞു? ഇതെനിക്ക് തോന്നുന്നത് ചുമ്മാ തള്ളി അങ്ങ് മറിയുക വന്നിരുന്നു. എന്തായാലും എല്ലാം കൊള്ളാടെ. കന്നന്തിരികളൊക്കെ കാണിക്കുമ്പോൾ നോക്കിയും കണ്ടൊക്കെ കാണിച്ചില്ലെങ്കിൽ പിന്നെ നാട്ടുകാർ ഇതുപോലെ കുത്തിപ്പൊക്കും. അത് ഞാനായാലും ശരി, നീ ആയാലും ശരി. അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സൂക്ഷിച്ച് നോക്കിയും കണ്ടൊക്കെ ചെയ്യണം. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്ന് താഴെ കമന്റ് ചെയ്തേക്ക്. സുഖമല്ലേ എല്ലാവർക്കും? എനിക്ക് സുഖമാണ്. വലിയ സുഖമല്ല, വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു. അപ്പൊ ശരി, കാണാം.